പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇപ്പോഴിതാ ശ്രീനഗറിൽ വലിയ രീതിയിലുള്ള ഒരു തിരച്ചിൽ നടത്തുകയാണ്. മജിസ്ട്രേറ്റിന്റെയൊക്കെ സാന്നിധ്യത്തിൽ പോലീസ് സേന, ജമ്മു ആൻഡ് കശ്മീർ പോലീസ് സേനയിലെ വിവിധ തലവന്മാർ ഉൾപ്പെടെ ഇപ്പോ പ്രദേശത്തുണ്ടെന്ന് അറിയുന്നു. ശ്രീനഗറിലെ 3-4 സ്ഥലങ്ങളായി കേന്ദ്രീകരിച്ച് അങ്ങനെ തരംതിരിച്ചാണ് ഇവർ ഈ തിരച്ചിൽ നടത്തുന്നത്. ഒരുപക്ഷെ പഹൽഗാം ഭീകരർ അവിടെ എവിടെയോ ഉണ്ട് എന്നുള്ള ഒരു സൂചനയാവാം. കാടടക്കം ഇവര് അരിച്ചു പെറുക്കുന്നുണ്ട്. ഒരു വിധത്തിലും അല്ലെങ്കിൽ ഒരു വാഹനം പോലും മിസ്സാവുന്നില്ല. ആ രീതിയിലൊക്കെ ഓരോ വീടുകളും കയറി ഇറങ്ങി നമ്മുടെ പോലീസ് സംഘം പരിശോധന നടത്തുകയാണ്. ഇത്തരം ഒരു ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇവർ ഈ പരിശോധന തുടർന്നു വരുന്നുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലാണ് പരിശോധന കൂടുതൽ ശക്തമാക്കിയത്. അതുകൊണ്ടാണ് ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അതൊരു വലിയ വാർത്തയാവുന്നത്. കൂടുതൽ ഇവർ ശക്തമാക്കുകയാണ് നിരീക്ഷണങ്ങളും പരിശോധനയും ഒക്കെ ശ്രീനഗറിലും ജമ്മു ആൻഡ് കശ്മീർ ഉൾപ്പെടെ. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഭീകരർ അവിടെ തന്നെ ഉണ്ട് എന്നുള്ള സൂചനയാണോ ലഭിക്കുന്നത്? തീർച്ചയായിട്ടും അതിനകത്ത് ഭീകരർ അവിടെ ഉണ്ട്. ഭീകരരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു വലിയ സഹായം ആ പ്രദേശത്ത് നിന്നും അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ കാശ്മീരിൽ നിന്നും ഒക്കെ കിട്ടുന്നു എന്നുള്ളത് വളരെ നഗ്ന സത്യമാണ്. അത് ഒരു പക്ഷേ ഈ പറയുന്ന പോലീസിനും പട്ടാളത്തിനും ഒക്കെ മനസ്സിലായിട്ടുണ്ട്. കാരണം ഈ ഭീകരരുടെ 4 പേരുടെയും പടം ഉൾപ്പെടെ ഉള്ളത് വെളിയിൽ വന്നു. അന്താരാഷ്ട്ര മാധ്യമം ഉൾപ്പെടെയുള്ള പടം വെളിയിൽ വന്നു. ആ ഭീകരർ ഇക്കാര്യം ഏറ്റെടുക്കുന്നു. പിന്നെ അടി കിട്ടുമെന്നുണ്ടപ്പോൾ ഞങ്ങളല്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും അതിനകത്ത് പാകിസ്ഥാന്റെ പങ്ക് വരുന്നു. പാകിസ്ഥാൻ അറിയാമല്ലോ, പാകിസ്ഥാൻ ഭീകരന്മാർ അവിടുത്തെ വലിയ സൈനിക ആ അല്ലെങ്കിൽ ശീലം പരിശീലനം ലഭിച്ചിട്ടുള്ളവരെ ഇതിന്റെ ഭാഗം ഒക്കെ ആയിട്ടുണ്ടെന്ന് പറയുമ്പോഴും ഈ ഭീകരരെ ഇതുവരെ ഇത്രയും ദിവസമായിട്ടും മലനിരകളാണ്, അല്ലെങ്കിൽ കണ്ടെത്താൻ പ്രയാസമുള്ള സ്ഥലങ്ങളാണ്. പട്ടാളം വളരെ വലിയ വലിപ്പത്തിൽ വലിയ സേനാവിന്യാസം നടത്തി ആ പ്രദേശങ്ങൾ മൊത്തവും അരിച്ചു പറക്കണൊക്കെ ഇവരെ കാണുവാൻ സാധിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതിർത്തി ഗ്രാമങ്ങൾ, കാടിനകത്ത് ഉള്ള ഒക്കെ ആൾക്കാർ താമസിക്കുന്ന ആൾക്കാരെ പരിശോധിക്കുമ്പോൾ ഇതിനകത്ത് വലിയ ഒരു വലിപ്പത്തിൽ ഈ പറയുന്ന സഹായം ഗ്രാമീണ മേഖലയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ അത് വെളിയിൽ വന്നതും അതിനകത്തെ ഒരു അത് പ്രവർത്തിച്ചു തുടങ്ങിയതും ഭീകരന്മാർ കയറിയിട്ടുണ്ട്, അവർക്ക് സഹായം കിട്ടുന്നുണ്ട്, അവരുടെ ഒരുക്കങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്, ഏത് സമയം പതിയിരുന്ന് ആക്രമിക്കുന്നതിന് വേണ്ടി അവർ തയ്യാറായിരുന്നു. ഇനിയും എത്ര പേര് ഇതിനകത്തുണ്ട് എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരുപക്ഷെ ഗവൺമെന്റിന് അറിയാമോ എന്ന് എനിക്കറിയില്ല. അറിയാമെങ്കിലും വെളിയിൽ വിടത്തില്ല. ഏതായാലും 1.5 കൊല്ലം മുമ്പ് കയറിയ ഭീകരൻ ഇവിടെ പ്രദേശം മൊത്തവും പഠിച്ച് അതിന് വേണ്ടി തക്കതായ ഒരു സമയം നോക്കിയിരുന്നതും ആ രീതിയിലേക്ക് ഭീകർക്ക് വാഴാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് കാടൊരുക്കി, നാടൊരുക്കി, വീടൊരുക്കി വെച്ചിരിക്കുന്നവർ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അത് മനസ്സിലാക്കി ഒരുപക്ഷെ ഈ പറയുന്ന 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞതിന് ശേഷം കേന്ദ്രത്തിന്റെ ഇടപെടലിലും പോലീസിന്റെ ഇടപെടലിലും ഈ പറയുന്ന ഭീകരന്മാർക്ക് നിലനിൽപ്പില്ലാതെ വരുന്ന ഒരവസ്ഥ വന്നപ്പോൾ ഒരു നിലനിൽപ്പ് അവർക്കുണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് നോക്കിയിരുന്നപ്പോഴാണ് ജനാധിപത്യ സംവിധാനത്തിൽ ഒമർ അബ്ദുള്ളയുടെ കെയർ ഓഫിൽ അവിടെ ഒരു ഭരണം വരികയും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതിനകത്ത് അവർക്ക് അതിനുശേഷമാണോ ബലം കിട്ടിയത്, അതിനുശേഷമാണോ അവരുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കിയത് എന്നൊക്കെയുള്ള രീതിയിലും അല്ലെങ്കിൽ ഗ്രാമീണ മേഖലയിൽ നിന്നും അവർക്ക് നേരത്തെ ഭയമില്ലാത്ത രീതിയിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ കുറച്ചിട്ട് ജമ്മു കാശ്മീർ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിലും ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്നത് കൊണ്ട് അതൊന്നും പുറത്തുവിടാൻ സാധിക്കില്ല. പക്ഷെ ഇന്നലെ ഇന്നുമായിട്ടുള്ള റെയ്ഡ് കാട് മൊത്തം നോക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ ഒളിത്താവളങ്ങൾ, സങ്കേതങ്ങൾ, അല്ലെങ്കിൽ ഇവരെ സഹായിക്കുന്ന അതിർത്തിയിൽ താമസിക്കുന്ന ഗ്രാമീണർ ഇവരുടെയൊക്കെ വീട് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 2800 പേര് ജമാഅത്ത് ഇസ്ലാമിയും ഹുറിയത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ, അതായത് പല ഘട്ടങ്ങളിലായിട്ട് ഈ പറയുന്ന ഭീകരന്മാരെ, തീവ്രവാദികളെ സഹായിച്ചിട്ടുള്ളവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏതാണ്ട് കണക്കനുസരിച്ച് ഏതാണ്ട് 150ഓളം പേർ 150ഓളം പേര് PSA ആക്ട് അനുസരിച്ച്, PSA ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ എത്ര ദിവസം വേണമെങ്കിലും തടവിൽ വെക്കാം, കാശ്മീരിലുള്ള പ്രത്യേക ആക്ടാണ്. ആ ആക്ട് അനുസരിച്ച് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്തൊന്നും മനസ്സിലാവുന്ന എന്താണ്, അവിടെ നല്ല വലിപ്പത്തിൽ ഗ്രാമീണ സഹായത്തോടുകൂടി പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദ പ്രവർത്തനം നടത്തുന്നതിന് അവിടെ ആ പ്രദേശം മൊത്തവും അതിനുവേണ്ടി തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു. അതിനുവേണ്ടി ആളുണ്ട്. കഴിഞ്ഞ ദിവസം എല്ലാം നിങ്ങളൊക്കെ കണ്ടു കാണും, ഒരുത്തൻ ആറ്റിച്ചാടി മരിക്കുന്നുണ്ട്. ഒരു പോലീസ് ചോദ്യം ചെയ്തു. ഇവനെ ഭീകരർക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്ത് കൊടുത്തിരുന്ന ആളാണ്. അപ്പം അതിന്റെ അയാൾ അങ്ങനെ ചെയ്യുന്ന ആളാണ്, ഭീകരനായിട്ട് ബന്ധമുള്ള ആളാണെന്ന് പറഞ്ഞ് പോലീസ് വിളിപ്പിച്ചപ്പോൾ പോലീസിന്റെ കയ്യിൽ അകപ്പെട്ടാൽ രക്ഷയില്ലെന്ന് കണ്ട് ആത്മഹത്യ ചെയ്യുന്നു. അപ്പൊ ആത്മഹത്യാ സ്കോഡ് അല്ലെങ്കിൽ അത്തരത്തിൽ ആത്മഹത്യ ചെയ്യണമെന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് പോകണമെങ്കിൽ
അവനിൽ നിന്ന് എന്തൊക്കെയോ പോലീസിന് കിട്ടാൻ സാധ്യതയുണ്ട്. അവനെ ചോദ്യം ചെയ്യുമ്പോൾ അതിനകത്ത് പലതും വെളിപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണല്ലോ അവൻ ആത്മഹത്യ ചെയ്തത്. അപ്പൊ ഭീകരൻ തന്നെയല്ലേ? ഈ കാശ്മീരിലുള്ള ഭീകരനല്ലേ? ഭീകരനെ എത്ര ആളുകൊണ്ട് സഹായിച്ചിട്ടുണ്ട്? ഭീകരർക്ക് ഭക്ഷണം കഴിക്കാതെ ക്യാപ്സൂൾ രൂപത്തിലൊക്കെ ഭീകർ വളരെ കാലം ഭക്ഷണം കൊണ്ട് നടന്ന് അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ തയ്യാറെടുപ്പുള്ള ഭീകരരൊക്കെയാണ്, അല്ലെങ്കിൽ പരിശീലനം ലഭിച്ചിട്ടുള്ളതാണ്. എന്നാലും ഇതിനൊക്കെ ഒരു സമയപരിധിയില്ലേ? ഇപ്പൊ 1.5 കൊല്ലം കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞ ഭീകരരാണ് ഇവർ. അപ്പൊ അതിനൊക്കെ അവിടെ ഭക്ഷണം കൊടുക്കുന്നതിനും അവർക്ക് ഒളിസംഘം ഒരുക്കുന്നതിനും, കാരണം ഇവരെ പലവട്ടം കണ്ടു. നമുക്ക് പത്രങ്ങളിൽ വരുന്ന വാർത്ത അനുസരിച്ചാണെങ്കിൽ തൊട്ടില്ല എന്ന് പറയുന്ന സമയത്ത് ഇത്രയും പട്ടാളത്തെ വിന്യസിച്ച് അവരന്വേഷിക്കുന്നവരെ കാണാതാവുകയാണ്. ഒരുപക്ഷെ ഇവർ തിരിച്ച് പാകിസ്ഥാനിൽ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഉണ്ടാകുന്ന ഒരു അപമാനം, ഇത്രയും വലിയ കാര്യം നടത്തിയിട്ട് പോലീസ് വളഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സംവിധാനങ്ങൾ വലിയ വലിപ്പത്തിലാന്ന് പറയുമ്പോൾ, ലോകത്തിലെ 4ാമത്തെ 5ാമത്തെ സൈന്യശക്തിയാന്ന് പറയുമ്പോൾ രഹസ്യാന്വേഷണ സംവിധാനവും അല്ലെങ്കിൽ അജ്ഞാതന്റെ ഗീർവാണവും ഒക്കെ മുഴക്കുന്ന നമ്മൾക്ക് ഈ പറയുന്ന 4 ഊത്ത ഭീകരന്മാർ നമ്മളുടെ സംവിധാനത്തെ വെട്ടിച്ച് വീണ്ടും തിരിച്ച് കാശ്മീരിൽ പോകുന്ന ഒരു അവസ്ഥ വന്നാൽ ഇന്ത്യക്ക് പറ്റുന്ന ഒരു ക്ഷീണം അത്ര ചെറുതായിട്ടുള്ളതല്ല. അതൊരു ക്ഷീണം തന്നെയാണ്. നമ്മൾ എത്ര പൊക്കി പറയുമ്പോഴും അതൊരു ക്ഷീണം തന്നെയാണ്. അതുകൊണ്ട് കാശ്മീർ മൊത്തം അരിച്ചു പറക്കി, കാടുകൾ അരിച്ചു പറക്കി ഭീകരന്റെ സാന്നിധ്യങ്ങളും അല്ലെങ്കിൽ തുരങ്കങ്ങളും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഭീകരരെ സഹായിക്കുന്ന ആൾക്കാരെ വലിയ വലിപ്പത്തിൽ അതിർത്തികൾ കാടിനകത്ത് താമസിക്കുന്നുണ്ടായിരുന്നു. ഗ്രാമവാസികൾ എന്ന വ്യാജേന ഇവരൊക്കെ ഹുറിയത്തിന് ജമാഅത്ത് ഇസ്ലാമിന്റെ ഒക്കെ ആളായിരുന്നു. അതുകൊണ്ട് ഏതായാലും 2800 പേരെ ഇപ്പൊ അറസ്റ്റ് ചെയ്തതായിട്ട് ഔദ്യോഗികമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. 150 പേരെ PSA ആക്ട് അനുസരിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം ഭീകരന്മാർ തന്നെ. അപ്പൊ ഈ പറയുന്ന പ്രദേശത്ത് റെയ്ഡിനകത്ത് സംശയം വന്ന് അറസ്റ്റ് ചെയ്യുന്നവർ ഇനി എത്ര വലിപ്പത്തിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഭീകരന്മാർ ഇന്ത്യയിൽ കടന്നു കയറിയിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി നമ്മൾ ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പം അത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഉണ്ട്. നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഏതായാലും ഈ ഒരു ആക്രമണത്തോടുകൂടി ഇന്ത്യ വീണ്ടും ഒന്നും കൂടി തയ്യാറെടുക്കുന്ന ഒരവസ്ഥ, കാശ്മീരിലെ ഭീകരവാദത്തിന് ഒരു മറ വന്നു അല്ലെങ്കിൽ അവസരം വന്നാൽ വീണ്ടും ഭീകരവാദത്തിനെ ഉടലെടുപ്പിക്കുന്നതിനും അതിന് സഹായം ചെയ്തു കൊടുക്കുന്നതിനുമുള്ള ആൾക്കാർ അവിടെ ഭരണാധികാരികളുടെ മറവിൽ മുഖമണിഞ്ഞും അല്ലെങ്കിൽ ഗ്രാമവാസികളുടെ മുഖമണിഞ്ഞും കുതിരക്കാരന്റെ മുഖമണിഞ്ഞും അല്ലെങ്കിൽ കട നടത്തുന്നവന്റെ മുഖവും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ ദിവസം ഈ ഭീകരവാദം നടന്നതിന് 15 ദിവസം മുമ്പ് കട നടത്തിയ ഒരുത്തിനെ അറസ്റ്റ് ചെയ്ത ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പൊ കാശ്മീർ ഇപ്പോഴും ഭീകരവാദം അല്ലെങ്കിൽ ഭീകരമുക്തമല്ല, മുക്തമാക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവർക്ക് സാധ്യതയില്ലാത്ത ഒരു സമയത്ത് അവരൊന്ന് മറഞ്ഞിരുന്നു. അവർക്ക് സാധ്യത വന്നപ്പോൾ വീണ്ടും അവർ ഇറങ്ങിയിരിക്കുകയാണ്. അവരെ പൂർണ്ണമായിട്ടും തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തേരോട്ടമാണ് ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു റെയ്ഡാണ് നടക്കുന്നത്. അതൊരു പക്ഷേ വിജയിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ശ്രീനഗറിൽ വ്യാപക പരിശോധന നടത്തുകയാണ്. അവിടെ കെട്ടിടങ്ങൾ പൊളിക്കൽ ഉൾപ്പെടെയുള്ളവ നടത്തുന്നുണ്ട്. ഭീകരർക്ക് സഹായം എത്തിച്ചവരെ തിരഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് സേനയും സൈന്യവും ഒക്കെ ചേർന്ന്. എന്തായാലും 2 ദിവസമായി കനത്ത പരിശോധന നടന്നതുകൊണ്ടാണ് ഈ വിവരങ്ങൾ ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വാർത്തയായത്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ.